ശരി ശരി ഓക്കെ ഓക്കെ. കരീം എന്ന് പറഞ്ഞ ആളാണോ? ഞങ്ങൾ പെരുമ്പഴൂരുണ്ടല്ലോ, അവിടെ ഒരു കട ചിക്കൻ കൊന്നു തട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പം കോഴി വേണം. ഇപ്പം ചെക്ക് പോസ്റ്റിൻ്റെ വിഷയമാണ്. അപ്പം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ ഈ ഫുഡ് ഇൻസ്പെക്ടർ പ്രശ്നം കാരണം മറ്റേ ഫ്രീസറിൻ്റെ അത് കാരണം അവരുടെ നടക്കില്ല. ഇപ്പോഴല്ല എപ്പോഴും ഇവിടെ കൊണ്ടുപോയത് കുഴപ്പമില്ല. ഇപ്പൊ യാർ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ മുമ്പ് ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരു കക്ഷിയാണ് പറഞ്ഞത്. ഇവിടെ വന്നാൽ കരീം ആളുണ്ട് കാണാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ബന്ധു മുകളിൽ താമസിക്കുന്നുണ്ട്. അവരുടെ പേരെന്ത്? ആരുടെ? ഈ വണ്ടി ഓടിയത് സുധീർ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ്. പിന്നെ എൻ്റെ ഒരു ബന്ധു ഇവിടെ മുകളിലുണ്ട്. അവിടെ അപ്പം കക്ഷി പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തുണ്ട്, ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു മിനിറ്റ്, നമ്മുടെ ഓണർ അവിടെ നിന്നാണ് തിരുവനന്തപുരത്ത്. നമ്മുടെ ഇവിടുത്തെ കണക്കപ്പില് വരുന്നുണ്ട്. അവരുടെ പേര് കബീർ. കരീം എന്നല്ലേ, കബീർ എന്നാണ്. കബീറാണ്. ഇവിടെയുള്ള കക്ഷി മൂട്ടോടുള്ള കക്ഷിയാണ് പറഞ്ഞത് കരീം എന്ന് പറഞ്ഞു. പെരുമ്പഴൂരാണ്. മനസ്സിലായില്ല എനിക്ക് സ്ഥലം എവിടെയാണ്? പെരുമ്പഴൂർ എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യാറ്റിക്കരുന്ന് കാട്ടാക്കട. അപ്പൊ അയ്യോ സുക്കൂർ അറിയാമോ നിങ്ങൾക്ക്? കാട്ടാക്കടല്ലേ? കാട്ടാക്കടയിൽ ഓ, അവിടെ നമ്മ ഫ്രണ്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ആള്. ഇവിടെ തന്നെ എടുക്കും. ഇവിടെ അല്ല, വേറെ സ്ഥലത്തുണ്ട്. ഫ്രീസറിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, അവന്മാർ വലിയ ശല്യം. അല്ലാതെ ഹോട്ടലിൽ തട്ടിട വരട്ടെ. അവർ വന്ന് ഓണത്തെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സുക്കൂറിന് ഉത്തരവുണ്ട് അവിടെ കാട്ടാക്കടയില്. കാട്ടാക്കട അപ്പുറത്തുള്ള സൈഡൊക്കെ അവർ തന്നെ സപ്ലൈ മെയിൻ. അവർക്ക് 2 വണ്ടിയും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു നോക്കാം അവിടെ. വരട്ടെ, നമുക്ക് 5 മിനിറ്റ്. 1 മണിക്കൂറായോ? നേരത്തെ ഇവിടെയുള്ള മൂട്ടോടത്തുള്ള കക്ഷി പറഞ്ഞത് 6 മണിയാകുമ്പോൾ വന്നാൽ ഇവിടെ ആളുണ്ടാവും. നമുക്ക് ഇവിടെ പോയപ്പോൾ സമയം ഒരുപാട്. ഇവിടുന്ന് 3:30 മണി ദിവസം വേണോ കോഡ്? ആ ദിവസം നമ്മൾ വേറെ ഒന്നുമില്ല. ചപ്പാത്തി, റൊട്ടി, പൊറോട്ട, ചിക്കൻ ഇത് മാത്രമേ ഉള്ളൂ. அவன்கிட்ட பேசும்போது காட்டாக்கடையில் பெரும்பெடுத்து அவங்களுக்கு கோழி சப்ளைக்கு வேணும் ஒரு ஹோட்டலு கொஞ்சம் தரான் பத்துவோன்னு சொல்லிட்டாங்கன்னு கேட்டுட்டு அவங்கள்ட்ட கொடுத்தா சார்ஜ் பேசுவான். முதல்ல சார்ஜை கூப்பிடுங்க. அவன் எந்த கூப்பிட்டான்னு தெரியல. പറടാ, ഞാൻ മാർത്താടത്ത്. ഡെയിലി വേണ്ടി വെട്ടി വേണ്ട. വെട്ടി തരാൻ ഇഷ്ടംപോലെ ആളുണ്ട്. അതാണ് പ്രശ്നം. വെട്ടി ഇഷ്ടംപോലെ ഫീസിൽ ഇടാൻ പറ്റില്ല നമുക്ക്. അവര് തത്വമൊന്നും ഇല്ല. ഇത് എങ്ക പെരുമ്പഴൂർ നെയ്യാറ്റിക്കരന്ന് കാട്ടാക്കട ഉണ്ടല്ലോ. നെയ്യാറ്റിക്കരന്ന് ഒരു 6 കിലോമീറ്റർ. അതെയാ? ഇവിടെ ജനിച്ച് പെരുമ്പഴൂർ ഒരു 400-500 അടുപ്പിക്കുള്ളൂ. அது நான் வேற மாற்றி அதுவும் அதே மாதிரி கம்ப்ளைண்ட் ஆகிடுச்சு. ஆர்டிஎம் பிரச்சனை இல்லை. ஆமாம், போட்டிருக்காரு பார்த்து. அப்படியா? ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ മാർത്താടത്തേക്കാണ്. നിങ്ങളുടെ കാര്യം ചെയ്യാം. പെയിൻറ്റുകാരിപ്പം വരും. പെയിൻറ്റിങ്കാർ പെയിൻറ്റിങ്കാർ വരും. പെയിൻറ്റിങ്കാർക്കുള്ള സാധനം എടുത്ത് കൊടുക്കുക നിങ്ങൾ. പെയിൻറ്റിങ്കാരന്മാർ വരും. അവർക്കുള്ള ആ കടയും തുറന്നു കൊടുത്ത് അവർക്ക് സാധനങ്ങൾ എടുത്ത് കൊടുത്താൽ മതി. അവന്മാർ പറയുന്ന കടയൊന്നും പോകണ്ട. ഞാൻ ഇവിടെ പെയിൻറ്റ് കട ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന്മാർ പറഞ്ഞ കടയിൽ നീ സാധനം എടുക്കാൻ പോകണ്ട. അവന്മാർ എല്ലാവരും കമ്മീഷൻ വെച്ചോണ്ട് ഏർപ്പാട്.
ആ നീ ഒരു കാര്യം ചെയ്, ആ നാഷണൽ പെയിന്റ് ഹൗസിൽ പോ, അവിടെ പോയി സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പക്സ് അപേക്ഷ. ആ അപ്പക്സ് അപേക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്, അതെടുത്താൽ മതി. ശരി ശരി ശരി. പെരുമ്പഴൂർ அவங்கள்ட்ட பேசுங்க. ஓனர் நீங்கள் നമസ്കാരം ചേട്ടാ. ചേട്ടാ പെരുമ്പഴൂരല്ല, ആ പെരുമ്പഴൂർ അവിടെ ദർശന മെഡിക്കൽ സെൻ്റർ നമ്മൾ ചിക്കൻ കോർണറിൽ സാധനം. അപ്പം ഇപ്പോഴത്തെ ഈ ഫുഡ് ഇൻസ്പെക്ടർ ശല്യം കാരണേ നമുക്ക് മറ്റേ ഫ്രീസറിൽ ഒന്ന കോഴി ഇടാൻ പറ്റൂലല്ലോ, അത് കാരണമാണ് സംഭവം. നമുക്കൊരു ഡെയിലി ഒരു 400-500 ഇടയിൽ വേണ്ടി വരും. എത്തിക്കാൻ പറ്റുമോ? അതിനെ ഇപ്പോൾ എപ്പോഴും ഒന്നാ ചേട്ടനെ കാണാൻ പറ്റും. തിരുവനന്തപുരത്താണ്. നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറമാണ്, അതാണ് വിഷയം. ചെക്ക് പോസ്റ്റ് കടത്തി നിങ്ങൾ സാധനം സ്പോട്ടിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ പേയ്മെൻറ്റ് എത്രയാണെന്ന് തരാം, കുഴപ്പമില്ല. ആ ആ ആ ഇല്ല, നിങ്ങൾ കൊണ്ടുവന്നാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്കാകുമ്പോൾ അവിടെ അപ്പോൾ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമായി. കാരണം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ഏർപ്പാട് നടക്കൂല. അതൊന്നും നമ്മളെ ഏർപ്പാട് അവിടെ സംഭവം തീരില്ല. അവന്മാരെല്ലാം കൂടെ നമ്മളെ പിടിച്ച് വന്നാൽ അത് 10-25 പെറ്റി അടിച്ചേക്കും. എത്തിക്കാം. ആ ശരി, ഞാൻ നമ്പർ വാങ്ങാം. ശരി 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 ശരി. നമ്പർ വാങ്ങാം. ഫോണിലെടുത്താൽ പറയണം. 97 466 251 60. പേര് ഷാജി. കരീമെന്നാളല്ലേ ഷാജി. മൂട്ടോടത്തുള്ള കക്ഷിയാണ് പറഞ്ഞ ഷാജി. എല്ലാ ദിവസവും ഒരേ റേറ്റല്ല, എല്ലാ ദിവസവും ഒരു റേറ്റല്ല, ഓരോ പ്രാവശ്യം റേറ്റ് മാറും. റേറ്റ് മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ന് ആവശ്യമുണ്ടോ അപ്പോൾ പറയുക, നമ്മളെ എത്തിക്കാം. ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല അതില്ല. അത് അവർക്ക് അവിടുത്തെ റേറ്റ് എങ്ങനെയാണ്? ദിവസമുള്ള പത്ര റേറ്റ്, പിന്നെ സ്റ്റെപ്പ് പോസ്റ്റിലെ റേറ്റോ അത് പറഞ്ഞു. സ്റ്റെപ്പ് പോസ്റ്റ് എടുക്കേണ്ടി വരുന്നത് എങ്ങനെ അതുപോലെ ചെയ്യാൻ പറ്റും. നമ്പർ വാങ്ങിച്ചിട്ട് കൂടി വിളിച്ചിട്ട് അതുകൂടി നമുക്ക് പറയുന്നുണ്ട് റേറ്റും. കക്ഷി നേരത്തെ കക്ഷി ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അണ്ണാ ഞാൻ സംസാരിച്ചവിടെ ഒരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഹലോ അവർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. നമ്പർ തന്നു. ആവശ്യമുള്ള ദിവസം വിളിക്കാൻ പറഞ്ഞു. വിളിക്കുമ്പോൾ കൊണ്ടുവരാം. അവിടെ അല്ല, അവർ 2 രീതി പറഞ്ഞു. ഒന്ന്, അവർ സാധനം തരും, നമ്മൾ ചെക്ക് പോസ്റ്റ് വണ്ടി കീപ്പ് ചെയ്ത് പോയി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ അവർ സ്പോട്ടിൽ എത്തിക്കും.
അവർ സ്പോട്ടിൽ എത്തിക്കാന്ന് പറയും. ആ നമുക്കതിൽ നല്ലത് സ്പോട്ടിൽ എത്തിക്കണം നല്ലത്. ആ ആ ആ ശരി ശരി. പിന്നെ കോഴിക്കട കഴിക്കുമ്പോൾ കോഴിയുടെ സൗണ്ട് കേട്ടോ, പിന്നെ അരിമയുടെ സൗണ്ട് കേൾക്കും. ആ ശരി. ഓ ഓ ശരി ശരി. ഓ ഓ ഓ ഓ അതിനനുസരിച്ച് അപ്പം നമുക്ക് ചെയ്യാം. ആ ഇല്ലല്ലോ വില അന്ന് വില അവർക്ക് നിശ്ചിത വില പറയാൻ പറ്റൂലല്ലോ. അന്നുള്ള വില അനുസരിച്ചിരിക്കും. ശരി. ഓ ഓ ഓ എല്ലാ ദിവസവും ഒരു വിലയൊന്നുമല്ല, അവർക്ക് വില അവിടെ തമിഴ്നാട്ടിലുള്ള വില അനുസരിച്ച് ആണ് അവർ വില ഫിക്സ് ചെയ്യണമെന്നത്. ഓ ഓ ശരി ശരി ശരി. ഓ ശരി. ഞാനല്ലല്ല നിശ്ചിത പറഞ്ഞില്ല, 400-ൻ്റെ 500-ൻ്റെ ഇടയിൽ വേണ്ടി വരുമെന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. 400 കിലോയ്ക്ക് 500 കിലോയ്ക്ക് ഇടയിൽ. ഓ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അവിടെ എത്തിക്കാം, അത് കുഴപ്പമില്ല. ഓ ശരി. ഓ ഓ ഓ ശരി. ഓക്കെ ശരി, ഞാൻ വിളിക്കാമല്ല. ശരി. ആ എന്നാ പറയും. ആ ആ അപ്പക്സ് എടുത്താൽ മതി. അപ്പക്സിൻ്റെ എംഎൽഷൻ മതി. അതാകുമ്പോൾ നമുക്ക് പുറത്തങ്ങ് കഴുകി വിടാം. ആ ആ ശരി. നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തരും. അങ്ങനെയല്ല, കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ച് നിൽക്കും. നെഞ്ചിൽ വെച്ച് ഇല്ല ഇല്ല ഒന്നുമില്ല, ചേഞ്ച് ഒന്നുമില്ല. കൈ പൊങ്ങി നേരെ കുത്തണ. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട്. ആ ആ കുറച്ചുകൂടി ഇങ്ങോട്ട് നടുക്ക്. ഓക്കെ ഓക്കെ സ്റ്റാൻഡ്. ബാക്കി കയറിനെടുക്കും. ആ സാറേ ഹലോ. ആ സാറേ നെബുലൈസിങ് യൂണിറ്റ് അത് എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അത് വിട്ടു കുറിച്ച് പറയാൻ വേണ്ടി. ഓ അതെ അവിടെ നിന്ന് മാറി ഇത് സർജിക്കൽ സൗകര്യ യൂണിറ്റ് എന്ന് ചോദിക്കുന്നത് നമ്മൾ ഈ മാസ്ക് ആണോ, മാസ്കും കൂടെ ചേർന്നാണെന്നാണ് ചോദിക്കുന്നത്. ആ അതിന് വേറെ എന്തോ ഒരു പേരാണ് പറയണത്. ആ ആ ആ അല്ലല്ല അത് വേറെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ആ ഞാൻ വിളിച്ച് പറയാം, എന്ന് പറയാം. 5 അല്ലേ? 5 യൂണിറ്റ് അല്ലേ? വേറെ എന്തോ പേരാണ് പറയുന്നത്. 5 അല്ലേ? ശരി സാർ ശരി. മാറ്റം ഫോണ് മാറ്റി എൻ്റെ മറ്റേ ഫോൺ ഇങ്ങോട്ട് മാറ്റി. അത് തന്നെ അവിടെ നിന്ന് മാറ്റാം. നിങ്ങൾ കൈ മാറണമെന്നുണ്ട്.
ഇങ്ങനെ അങ്ങനെ ഓക്കെ വീട്ടിൽ നിന്ന് മാറണമെന്നില്ല വീണ്ടും പോകണം അങ്ങനെ വെച്ചു അതിനൊരു കാര്യം വന്നത് നീ പിന്നെ തോന്നുന്നത് ബാഗിൽ കയറിയെടുക്കും ബാക്കിലോട്ട് വണ്ടി കയറിയിട്ട് കയറ്റിയെടുക്കും എന്നിട്ട് ഉമ്മർക്ക് എങ്ങോട്ട് പോകുന്നു നമുക്ക് അങ്ങനെ തീരുമാനിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫോളോ ചെയ്യാൻ പറ്റില്ല ഉമ്മർ പെട്ടെന്ന് വണ്ടി ഒരുപാട് കുറച്ചുകൂടെ കൂടെ പോകാൻ ഞാൻ പതുക്കെ വീട്ടിൽ കന്നകത്ത് കയറ്റാം പിന്നെ ഫോളോ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച പിന്നെ ഫോളോ ചെയ്ത് നടക്കും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കുമെങ്കിൽ എടുക്കില്ല ശ്രദ്ധിക്കുമെങ്കിൽ വിടും എടുക്കുന്ന പരിപാടി കുത്തനെ വഴിയൊക്കെ വിഷയമില്ലല്ലോ അതിൻ്റെ കാര്യമുള്ളൂ വിഷയമില്ല എനിക്കൊരു കണക്കുണ്ട് ആ കണക്കിൽ ആണോ ബ്രേക്ക് ആ ഇല്ല ഒരു ഒമ്നിയിൽ അങ്ങെത്തിക്കും ശരി ആ ശരി എത്ര മണിക്ക് സമയമല്ലേ വേണ്ട ഇല്ലല്ലോ അവർ രാവിലെ എത്തിക്കുക അവരോട് 3 മണിക്കൊക്കെ എത്തിയത് ഇന്നിപ്പോൾ ലേറ്റായതാണ് രണ്ടാമത്തെ ലോഡാണ് ഇങ്ങനെ താമസിക്കുന്നതെന്ന് പറഞ്ഞു രാവിലെ എത്തിക്കും രാവിലെ 3-3:30 എത്തിക്കും ആ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എത്തിക്കും അവർ ആ ശരി രാവിലെ എത്തുമല്ലോ നിങ്ങൾ ഈ സമയം ആവില്ലല്ലോ ആ നമ്മൾ നേരമേ വെച്ചു സംശയം പറഞ്ഞാൽ லேட்டில் இது இன்னைக்கு சனி ஞாயிறு வந்து நாங்கள் திருவனந்தபுரத்தில் வந்து கடைகளுக்கு எக்ஸ்ட்ரா அடிச்சுட்டு இருப்போம் அது கொண்டு போகிறது உங்களுக்கு ஆச்சுன்னா நேரமே எத்தனை மணிக்கு நீங்கள் ஆர்டர் இருக்குமோ அத்தனை രാവിലെ നമ്മൾ രാവിലെ 4 മണി 3-3:30 നമ്മുടെ കടയിൽ ആവാണ് அப்போ நம்ம இறக்கும் കാരണം நைட்டில் അവിടെ 2 പേർ கிடப்பாங்கல்ல அப்போ நம்ம ஞாயிற்றுக்கிழமெல்லாம் வந்து நேரமே இறக்கி கொடுப்போம் 1 மணி 1:30 കുഴപ്പമില്ല സമയം ഒരു പ്രശ്നമേ അല്ല அப்படியா ஃபோன் அடிச்சா வந்து எடுத்து இறக்கும் അവിടെ എപ്പോഴും ஆளுണ്ടാവും நீங்கள் நம்பரே നമ്മളെ നമ്പർ சார் பேசுனீங்களா ആ സംസാരിച്ചു இதில் பேசுனீங்களா உங்கள் நம்பரில் ഇല്ല ഞാൻ സംസാരിച്ചു 944 944 74 74 50 50 6 7 നാളെ തൊട്ട് വന്നോ ഇല്ല ഞാൻ വിളിച്ചു പറയാം എന്നാലും വേണോ ഞാൻ വിളിച്ചു പറയാം അതെ കാരണം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ പെയിൻറ്റ് നടക്കാണ് കടയിൽ ശരി ശരി ഓണം കണക്കാക്കി ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ ഇവിടെ മൂട്ടോണത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട് അവരോ നമ്മളുടെ കളിയേക്കളാണ് പോയത് கடைக்காரங்க வண்டி கிடையாது അവിടെ വന്ന് നമ്മൾ അവിടെ വന്ന് എടുത്തോണ്ട് പോകണം അപ്പോഴാണ് അവർ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചെക്ക് പോസ്റ്റ് എന്തായാലും വിഷയമാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് കോടി ആ ഇതെല്ലാം നോക്കിയാലും പോകും നേരത്തെ ട്രിപ്പ് ചെയ്തു അല്ല അവർ പറഞ്ഞു നേരത്തെ എത്തുമെന്ന് പറഞ്ഞു 7 മണിക്ക് വന്ന് പോകണമെന്ന് പറഞ്ഞു ഒരു ലോഡ് എത്രയിലായിരിക്കും ഒരു ലോഡിൽ എത്രയിലായിരിക്കും 500 கிலோ 550 கிலோ നമ്മളെ കണക്കാക്കി உங்களுக்கு 500 கிலோ தான் தேவைப்படும் அப்போ அது கரெக்ட் ஏன்னா സന്ധ്യ വാ நம்ம ரிட்டர்ன் தான் வரும் എൻ്റെ മറ്റേ സാധനം തീർന്നത് ചാർജ് ഞാൻ നടക്കില്ല അപ്പം നിങ്ങളത് നോക്ക് ഞാൻ പറ്റുമെങ്കിൽ അടിക്കുള്ളൂ നല്ല ഈ റിസ്ക് എടുക്കില്ല ഇല്ല നീ അകത്തോട്ട് കയറണ്ട അകത്തോട്ട് കയറാൻ സംശയം തോന്നുന്നു ഇവിടെ ഇങ്ങനെ പോകണം നമ്മളെന്നല്ല തന്നെ ഞാൻ പറഞ്ഞായിട്ടില്ല ഞാൻ നിന്നെ വിളിച്ചത് പറയാനാണ് സേവ് ചെയ്യട്ടെ